ഹലോ എവരി വൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ UPSCൻ്റെ EPFO എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എങ്ങനെയാണ് അതിൻ്റെ എക്സാം പാറ്റേൺ, അതിൻ്റെ സിലബസ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ EPFO എക്സാം അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻസ് അല്ലേ, അതാണ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ടിങ് അതോറിറ്റി UPSC ആണ്, അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി എലിജിബിലിറ്റീസ് നോക്കാം. പ്രധാനമായിട്ടും 2 പോസ്റ്റുകൾക്കാണ് വിളിക്കാറുള്ളത്. എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന ഓഫീസർക്കും അതേപോലെ തന്നെ APFC അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ എന്ന് പറയും. ഇങ്ങനെ 2 പോസ്റ്റുകൾക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഈ 2 പോസ്റ്റുകളും ഒരുമിച്ച് ഒരൊറ്റ എക്സാമിൽ നോട്ടിഫിക്കേഷൻ രീതിയിലാണ് വന്നത്. അപ്പോൾ ഇനി വരുമ്പോഴും ആ രീതിയിൽ തന്നെ ആയിരിക്കാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ടാവുക. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഡിഗ്രി ഉള്ള എല്ലാ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അത് മാത്രമാണ് പറയുന്നത്. ഇനി APFC എടുത്തു കഴിഞ്ഞാലും ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് പറയുന്നത്. ഇനി ഇവിടെ ഡിസൈറബിൾ എന്ന് പറയുന്നുണ്ട്. ഡിസൈറബിൾ എന്ന് പറയുന്നത് മാൻഡേറ്ററി ഒന്നുമല്ല. ഓക്കെ, അപ്പം നമുക്ക് APFC എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഡിസൈറബിൾ ആയിട്ട് പറയുന്നുണ്ട്, ഇതുണ്ടെങ്കിൽ അത്ര നല്ലത്, അത്രേ ഉള്ളൂ. അതായത് ഡിപ്ലോമ ഇൻ കമ്പനി ലോ അല്ലെങ്കിൽ ലേബർ ലോസ് ഓർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതാണ് ഡിസൈറബിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. ഇനി പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസർ, പിന്നെ അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പോസ്റ്റുകളാണ് കഴിഞ്ഞ എക്സാം വിളിച്ചത്. അപ്പോൾ ഈ വട്ടം വിളിക്കുകയാണെങ്കിൽ ഈ പോസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ എക്സാം മോഡ് നോക്കിക്കഴിഞ്ഞാൽ UPSC കണ്ടക്ട് ചെയ്യുന്ന എല്ലാ എക്സാമുകളും ഓഫ്ലൈൻ മോഡ് തന്നെയാണ്. സോ ഇതൊരു ഓഫ്ലൈൻ ആയിട്ട് OMR ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും ഈ EPFOയുടെ എക്സാം എന്ന് പറയുന്നത്. ഇനി ഏജ് എലിജിബിലിറ്റി അല്ലേ, അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഏറ്റവും അറിയേണ്ട കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് 21, അതായത് എബോവ് ദി ഏജ് ഓഫ് 21 പിന്നെ ബിലോ 35 ഇയേഴ്സ് ഓഫ് ഏജും ആണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതൊരു ജനറൽ കാറ്റഗറി എന്ന രീതിയിലാണ് ഈ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത്. ഇനി നമ്മളിവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഒരു 5 ഇയേഴ്സിൻ്റെ ഒരു ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി OBC കാറ്റഗറി എടുക്കുകയാണെങ്കിലോ അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു 3 ഇയേഴ്സിന്റെ ഒരു ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് വരുന്നുണ്ട്. ഇനി ഇതല്ലാണ്ട് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, ഒരു 10 ഇയറിന്റെ ഒരു ഏജ് റിലാക്സേഷൻസും കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഏജ് എലിജിബിലിറ്റിയോട് ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഈ ഒരു പൂളിൽ വരുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഫേസ്? ഇപ്പം ജനറൽ ആയിട്ട് 2 ഫേസുകളാണ് ഉള്ളത്. ഒരു phase 1 റിട്ടൺ എക്സാമിനേഷനും അതേപോലെ phase 2 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അപ്പോൾ phase 1 മൊത്തവും റിട്ടൺ എക്സാമിനേഷൻസ് ആയിട്ട് 300 മാർക്ക് ഉണ്ട്. ഇനി phase 2 ഇന്റർവ്യൂ 100 മാർക്സ് ആണ്. ഇനി ഇതിന് രണ്ടിനെയും വെച്ചിട്ടായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവാം. ഇനി എക്സാമിൽ ഈ പറഞ്ഞ phase 1 ഒരു 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് സാധാരണയായിട്ട് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ് UPSC എക്സാമിന്, എല്ലാ എക്സാമിനും. ഇപ്പോൾ സിവിൽ സർവീസ് നോക്കി കഴിഞ്ഞാൽ 2 മാർക്ക് വെച്ചാൽ പോകുന്നത്. പക്ഷേ ഇവിടെ എത്രയാണ്, 2.5 മാർക്ക് വെച്ച് പോകുന്നു. 2.5 മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അതിനർത്ഥം എത്രയാ, ടോട്ടൽ 300 മാർക്സ് വരുന്നുണ്ട്. ഇനി ഇൻകറക്റ്റ് ഉണ്ട്, ഇൻകറക്റ്റ് ആൻസറിന് പെനാൽറ്റി ഉണ്ടായിരിക്കും. 1/3 അല്ലെ, 1/3 ആയിരിക്കും എന്തെന്ന് പറയുന്നത് പെനാൽറ്റി ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ദി എക്സാം, റിട്ടൺ എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours ആയിരിക്കും. ലാംഗ്വേജ് നമ്മളെല്ലാ എക്സാം പോലെ തന്നെ UPSCയുടെ, അതായത് ഒരു സൈഡിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തുണ്ടായിരിക്കും, ഹിന്ദി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയായിരിക്കും പേപ്പർ വരുന്നുണ്ടാവുക. ഇനി പാറ്റേൺ നേരത്തെ പറഞ്ഞ പോലെ ഈ റിട്ടൺ എക്സാമിനേഷന് തന്നെ നമുക്ക് 2 സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻ എയും സെക്ഷൻ ബിയും. സെക്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷ് പാർട്ടായിരിക്കും ഉണ്ടാവുക, ഇംഗ്ലീഷ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവുക, കോംപ്രഹെൻഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഒരുപാട് സബ്ജക്ട്സ് കവർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ജനറൽ അവയർനെസ് ആണ് കവർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററിന്റെ ഭാഗമായിട്ട് കൾച്ചർ, ഹെറിറ്റേജ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്സ്, കറണ്ട് ഇവന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് ഇവന്റ്സ്, പിന്നെ പോപ്പുലേഷൻ ഡെവലപ്മെന്റ്, ഗ്ലോബലൈസേഷൻ, ഗവർണൻസ്, പിന്നെ പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ആകെ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ ലോസ്, ഇൻഷുറൻസ്, ഇതാണ് ഇതിനു വേണ്ടി സ്പെസിഫൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. പിന്നെ ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ജനറൽ സയൻസ്, പിന്നെ എലമെന്ററി മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജനറൽ മെന്റൽ എബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് ഇന്ത്യൻ എക്കണോമി, ഇത് നമ്മുടെ ഇപ്പം ജനറൽ അവയർനെസ് സിലബസിലുള്ള എല്ലാ എക്സാമിനും എക്കണോമിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ഇന്ത്യ, ഇതൊക്കെയാണ് എക്സാം പാറ്റേണിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്കറിയാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ബന്ധമായിട്ട് കാര്യങ്ങൾ അല്ലെ,
അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാത്തുള്ളൂ അല്ലേ. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ കൂടെ ക്രാക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അഡ്വാൻറ്റേജ് ആയിരിക്കും അല്ലെ. അപ്പം ACB അക്കാഡമിയിൽ ഇതിന്റെ ഒരു അഡ്മിഷൻസിന് ഒക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പം ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ ആ ഏരിയാസിലും കൂടെ നേരത്തെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി, ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാവരും എലിജിബിലിറ്റി ഉള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.